എന്റെ ചെക്ക, നീ എന്തുവാടേ കാണിക്കുന്നേ? ഇത് എത്രാമത്തെ ശരിയാണെന്ന് വല്ല ഊഹമുണ്ടോ നിനക്ക്? ഇങ്ങനെ പോയാൽ നിന്നെ ഞാൻ വല്ല പട്ടാള ക്യാമ്പിലേക്ക് വിടും കേട്ടല്ലോ. തമാശ തമാശ. പട്ടാള ക്യാമ്പ് സിംബയ്ക്ക് പുല്ല. 2 ദിവസം കൊണ്ട് അവരെന്നെ ഇവിടെ കൊണ്ടുവിടും. അതുകൊണ്ടേ അമ്മ അത് പറഞ്ഞതിനെ പേടിപ്പിക്കല്ലേ. നന്ദി വേണം അമ്മേ, നന്ദി. ഞാൻ എന്തെല്ലാം കാര്യങ്ങൾ ഈ വീടിന് വേണ്ടി ചെയ്യുന്നുണ്ട്. എത്ര ദിവസമായി പറയുന്നു പാത്രം കഴുകുന്ന കമ്പിയും സ്ക്രബും ഒക്കെ മാറ്റാൻ സമയമായി എന്ന്. പറഞ്ഞിട്ട് കേട്ടില്ലല്ലോ. അതാ സിംബമാണ് അതൊക്കെ എടുത്ത് മാറ്റിയത്. അയ്യോ, അത്രയും വലിയ ഭാരിച്ച കാര്യങ്ങളൊന്നും എന്റെ മോൻ ചെയ്യണ്ട. സമയാസമയങ്ങളിൽ വന്ന് ആഹാരം കഴിച്ച് മാറിക്കിടന്ന് ഉറങ്ങാവോ? വേണമെന്ന് നിന്നെ ഉൾപ്പെടെ ഈ വീട് വരെ ഞാൻ അങ്ങ് നോക്കിക്കൊള്ളാം. വീട്ടുകാവന് വേറെ ആളെയും വെക്കാം. പ്ലീസ്, ദയവ് ചെയ്ത് നിന്റെ ടെറർ സ്വഭാവം ഒന്ന് കുറയ്ക്കണം. ഒരപേക്ഷയാണ്. പൂച്ചാണ്ടി എന്റെ അടുത്ത് കളിക്കാൻ വന്നാലുണ്ടല്ലോ, ദേ മാറിക്കിടന്ന് ഉറങ്ങിക്കളയും ഞാൻ. അമ്മേ, ആ പൂച്ചാണ്ടി സാറിനൊന്ന് ഓടിച്ചു വിട്ടേക്കണേ. സിംബാമോനെ ഒന്ന് കിടക്കട്ടെ. ദേഹം മുഴുവൻ വല്ലാത്തൊരു വേദന. ആഹാ, ഈ മാറ്റി കൊള്ളാലോ. മിണ്ടാണ്ടൊക്കെ തൂക്കി കൂട്ടിലാക്കിയേക്കാം. സിംബാ, കൂട്ടിക്കേറ. എന്തോ അമ്മ വല്ലതും പറഞ്ഞോ? കൂട്ടുകയറാനോ? നോ, ഓടിക്കോ. ഇനി എന്നെ കിട്ടൂല. തൽക്കാലം ഈ കാറിന്റെ അടിയിൽ കയറി രക്ഷപ്പെടാം. അല്ലേലും എത്ര നേരം ഇവിടെ ഇരിക്കാൻ പറ്റും? തോറ്റു കൊടുത്തേക്കാം. അല്ലെങ്കിൽ പട്ടിണിയോ. അപ്പോൾ നമുക്ക് വീണ്ടും കാണാം കൂട്ടുകാരെ. താങ്ക് യു.